ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ സ്പെഷ്യലായിട്ടുള്ള ഒരു ഉപ്പിലിട്ട വെള്ള നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ചൂടുവെള്ളത്തിലിട്ടോ ആവിക്ക് വെച്ചോ നാരങ്ങ വാട്ടിയെടുത്തതിന് ശേഷമാണ് അച്ചാർ തയ്യാറാക്കാറ്. ഇതങ്ങനെയല്ല. നാരങ്ങ മുറിച്ച് കഷ്ണങ്ങളാക്കി വെള്ളവും ഉപ്പും വിനാഗിരിയും ചേർത്ത് ഒരു 1-2 മാസക്കാലം സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഈ അച്ചാർ തയ്യാറാക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പ് നന്നായിട്ട് പിടിച്ച് ഇതിൻ്റെ കയ്പ്പൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പൊടിച്ച കായം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കാന്താരിമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപ്പിലിട്ട് വെച്ച കാന്താരിമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ടീസ്പൂണിന് 1 ടീസ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. നാരങ്ങയിൽ ഓൾറെഡി ഉപ്പിട്ടതാണ്, അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ പച്ച മണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് മാറ്റി വെച്ച നാരങ്ങയുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ മുളക് പൊടിയോ വേറെ പൊടികളും കാര്യങ്ങളും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഉപ്പിലിട്ട സമയത്ത് ഓൾറെഡി വിനാഗിരി ചേർത്ത് കൊടുത്തതാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. തിളയ്ക്കേണ്ട ആവശ്യമില്ല. നാരങ്ങ ഓൾറെഡി വാടിയതാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. ഒട്ടും കയ്പ്പ് ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തണുത്ത ശേഷം ഒട്ടും ഈർപ്പം ഇല്ലാത്തൊരു ബോട്ടിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് അച്ചാർ ഉണ്ടാക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ നീരിന് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്